നമസ്കാരം അമ്മ. ഉറക്കെ പറയണം കേട്ടോ. എവിടുന്ന് വരുമോ അമ്മ? എവിടെ? കുണ്ടറ വരിക അല്ലേ? പെരുമ്പുഴ, കൊല്ലം ജില്ല. ആഹാ. എന്നാ ഇടവനക്കാവിൽ ആദ്യമായിട്ട് എത്തിയത്? ഫെബ്രുവരിയിലാണ് വന്നേ. ഇവിടെ എത്തുന്നത് ഫെബ്രുവരി മാസത്തിലാണ്, അതായത് കഴിഞ്ഞ മാസത്തിലാണോ? ജനുവരി വന്ന ആദ്യമായിട്ട്. ജനുവരി എന്ന് വന്നായിരുന്നു? ഡിസംബറിൽ ആദ്യം ക്ഷേത്രത്തിൽ എത്തിയായിരുന്നു. എങ്ങനെയാ ഇടവനക്കാവിനെ പറ്റി അറിഞ്ഞേ? വീഡിയോ കണ്ടിട്ടാ വന്നേ. എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ ഇടവനക്കാവിൽ എത്തിയത്? കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എത്തിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ കുടുംബത്തിന്? എന്ത് പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? മകന് മദ്യപാനമാ? ആരുടെ അച്ഛനെ അടിച്ചു? ഭർത്താവിനെ, സ്വന്തം പിതാവിനെ അടിക്കുമായിരുന്നു. ആര്, ഈ മകനോ? സ്വന്തം അച്ഛനെ കത്തോളെടുത്ത് വെട്ടുമായിരുന്നു. ആകെ ശല്യമായിരുന്നു. അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടവനക്കാവി വന്നത്. കരയണ്ട, വിഷമിക്കണ്ട. എന്നിട്ട് വിളി കേട്ടു. വിളി കേട്ടു. ഒരു ജോലി ഉണ്ടായിരുന്നോ? കുടി മാറി. വീട്ടിൽ സന്തോഷ സമാധാനം ഉണ്ട്. നേരത്തെ ജോലിക്ക് പോകത്തില്ലായിരുന്നോ? അപ്പോ വഴക്കുണ്ടാക്കും. ഉറപ്പ്. അതെ അതെ, ശരി ശരി. ഇപ്പൊ ഇവിടെ എത്രാമത്തെ പ്രദോഷമാണ് കഴിച്ചേ? ഇത് മൂന്നാമത്തെ പ്രദോഷമാണ്. ഭഗവാന് വിശ്വാസമുണ്ടോ? കൈവിടലെന്ന് ഉറപ്പുണ്ടോ? ഞാനിത് ചോദിക്കുന്നതുകൊണ്ട് അമ്മ പറയണമെന്നില്ല, അമ്മയുടെ മനസ്സിലുള്ളതാണ്. അമ്മ ഇപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞതാണ് ഇതുപോലെ. തിരുമനസ്സേ, വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ മദ്യപാനം ഏകദേശം പൂർണ്ണമായിട്ടും തീർന്നു വരിക. അവ ഇന്നലെ മുതൽ ജോലിക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രദോഷം പോലെ പോയില്ലേ? അതെ അതെ. ഇപ്പം വീട്ടിൽ സമാധാനമുണ്ട്. പൈസ കൊണ്ട് തരുന്നുണ്ട്. വീട്ടിൽ വഴക്കില്ല, സന്തോഷമുണ്ട്. ഇവിടെ വരണമെന്നും പറയുന്നുണ്ട്. വരാഞ്ഞത് ശരി ശരി, വളരെ സന്തോഷം. ഭഗവാനോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? സ്വാമിയോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? സ്വാമിയായിട്ടും ഭഗവാനായിട്ടൊന്നും കാണണ്ട, സ്വന്തം അച്ഛനും അമ്മയായിട്ടും കണ്ടാൽ മതി, ഇല്ലേ? വിശ്വാസമാ. കൈവിടലെന്ന് ഉറപ്പുണ്ട്. കൈവിടില്ല അമ്മ, ആരെയും കൈവിടില്ല. കാരണം ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന കാരുണ്യ ഭഗവാന്. അപ്പോൾ അവിടെ പക്ഷാഭേദമൊന്നുമില്ല ഭഗവാന്. ആരോടും പക്ഷാഭേദമില്ല. അണുവും നിങ്ങളും ഞാനും കല്ലും പുല്ലും എല്ലാം ഭഗവാന് തുല്യമാണ്. കാരണം ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാന് സമമാണ്. മനുഷ്യന് തമ്മിൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും നിറവും വർണ്ണവും വ്യത്യാസമൊക്കെ മനുഷ്യൻ കാണിക്കും. പക്ഷേ ഈശ്വരൻ കാണിക്കില്ല. ഈശ്വരന് നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിനെ അവിടെ അർപ്പിച്ചാൽ തീർച്ചയായിട്ടും ബലം ഉണ്ടാകും പ്രദോഷത്തിലൂടെ. പ്രദോഷത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഭഗവാൻ അവിടെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 4:30 ആയി. അസ്തമയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പേ തുടങ്ങും പരിപാടി ഭഗവാൻ കൈലാസത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുക കേട്ടോ. ഭഗവാന്റെ കാര്യം മറ്റുള്ളവരോട് പറയുമോ? ഉറപ്പാണോ? നാമം ചൊല്ലുന്നുണ്ടോ ഭഗവാന്റെ? ചൊല്ലും, യാതൊരു സംശയമില്ല. ഭഗവാന്റെ നാമം എന്താണെന്നാ പറഞ്ഞാട്ട്? നമ ശിവായ. അറിയാം. ശരി ശരി. എന്താ അമ്മയ്ക്ക് ഭഗവാനെ തേടി വരുന്ന ഭക്തരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും കൈവിടത്തില്ല. അത് യാതൊരു സംശയമില്ല അമ്മ, കൈവിടത്തില്ലെന്ന്. ഇനി ഈ നിൽക്കുന്ന വന്നുകൂടുന്ന എല്ലാ ഭക്തജനങ്ങളും പറഞ്ഞാലും കൈവിടുമെന്ന് പറഞ്ഞാലും ഞാൻ പക്ഷെ കുറച്ച് പറയും കൈവിടത്തില്ലെന്ന്. കാരണം ഓരോ അനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ ഭഗവാനിൽ നിന്ന്. അപ്പോൾ അത്രയ്ക്ക് ആ ഭഗവാനോട് ആത്മബന്ധം ആർക്ക് ഏറുന്നുവോ, ഇളകാത്ത മനസ്സോടുകൂടി ഭഗവാനെ മുറുക്ക പിടിക്കുന്നു, അവരെ ആരും ഭഗവാൻ മാറ്റി നിർത്തത്തില്ല. കാരണം ഭഗവാൻ അതാണ്, സ്നേഹമാ ഭഗവാൻ, കാരുണ്യമാ. വളരെ സന്തോഷം. എന്തായാലും സ്ട്രോക്കായിട്ട് കിടക്കുക. നടക്കും. ആഗ്രഹമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം മാറ്റമുണ്ട്. അതെ അമ്മ, അതാ പറയുന്നത്. ഭഗവാൻ വൈദ്യനാഥനാ. എല്ലാ അപകടങ്ങളെയും മാറ്റുവാൻ മൃത്യുഞ്ജയമൂർത്തിയാ ഭഗവാന്. എല്ലാ വിദ്യകളെയും നൽകുന്ന ദക്ഷിണാമൂർത്തിയാ. നല്ല കുടുംബജീവിതത്തിന് ഉമാമകേശ്വരനാ. നല്ല ദാമ്പത്യത്തിന് അർദ്ധനാരീശ്വരനാ. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കുക. ശിവോഹം. വളരെ സന്തോഷം. എല്ലാം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ? ഒറ്റയ്ക്കേ ഉള്ളൂ? മോളുണ്ട്. എങ്ങനെയാ വന്നത്? സ്കൂട്ടിക്കകത്താ വന്നേ. സന്തോഷം.